Welcome to Entrance Physics Part 29. Question number 91. Impulse into acceleration is equivalent to the quantity A. Work, B. Average power, C. Instantaneous power, D. Rate of change of momentum. ഇമ്പൾസ് ഇൻറ്റു ആക്സിലറേഷൻ ഏത് ക്വാണ്ടിറ്റിക്ക് ഈക്വലൻ്റ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഐ ഇൻറ്റു എ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. എഫ് ഇൻറ്റു ടി ഇൻറ്റു എ ഈക്വൽസ് എഫ് ഇൻറ്റു ടി ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ ടി ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റിയാണ്. വി ഈക്വൽസ് യു പ്ലസ് എ ടി. അപ്പോൾ യു 0 എന്നെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും എളുപ്പം. വി ഈക്വൽസ് 0 പ്ലസ് എ ടി അല്ല വി ഈക്വൽസ് എ ടി. അപ്പോൾ എ ടി ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ ഇത് എ ടി ഈസ് വി. അപ്പോൾ ഐ ഇൻറ്റു ഇമ്പൾസ് ഇൻറ്റു ആക്സിലറേഷൻ ഞാൻ എഫ് ഇൻറ്റു വി എന്നാണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് പവറാണ്. കാരണം പവർ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ dW/dt. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം W/T. ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈസ് dW/dt. dW/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് Fs, ദറ്റ് ഈസ് എഫ് ഇൻറ്റു ds/dt. ds/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ചുരുക്കത്തിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് എവിടെ കണ്ടാലും ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെളുപ്പം സ്റ്റെപ്പ് ഐ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എഫ് ടി ഇൻറ്റു എ ദറ്റ് ഈസ് എഫ് എ ടി ഈക്വൽസ് എഫ് വി ഈക്വൽസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. സോ ചോയ്സ് ഈസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 92. A block of mass 10 kg resting on a smooth horizontal table is pushed by a horizontal force F1 through 3 meters. It moves freely a distance of 6 meters. Finally, it is brought to rest by a retarding force F2 in 12 meters. The ratio F1 is to F2 is A. 4:1, B. 6:1, C. 2:1, D. 4:3. അപ്പോൾ ഇവിടെ 10 കിലോഗ്രാം മാസുള്ള ഒരു ബ്ലോക്ക് ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിളിൽ ഇരിപ്പുണ്ട്. ആദ്യം അത് 3 മീറ്റർ ദൂരം F1 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് ഫ്രീ ആയിട്ട് 6 മീറ്റർ ഓടുന്നു, ഫോഴ്സൊന്നും ഇല്ലാതെ. ഒടുവിൽ 12 മീറ്റർ ദൂരം കൊണ്ട് F2 എന്ന് പറയുന്ന റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ തടഞ്ഞു നിർത്തുന്നു, പിടിച്ചു നിർത്തുന്നു. എങ്കിൽ F1ഉം F2ഉം തമ്മിലുള്ള റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം F1 അങ്ങോട്ട് വർക്ക് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യുക. 3 മീറ്റർ ദൂരം കൊണ്ട് ഇതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് F1 ആണ് വർക്ക് ചെയ്യുന്നത്. F2 ചെയ്യുന്ന വർക്ക് ഈ ഫ്രീ ദൂരം 6 മീറ്റർ ഓടുന്ന സമയത്ത് വർക്കില്ല, കാരണം അന്നേരം ഫോഴ്സ് ഇല്ലല്ലോ. അവസാനം 12 മീറ്റർ ദൂരം F2 എന്ന് പറയുന്ന ഫോഴ്സ് ഉപയോഗിച്ച് ഇതിനെ തടഞ്ഞു നിർത്തുക. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ?
എനർജി കൊടുക്കാൻ F1 എനർജി അങ്ങോട്ട് കൊടുക്കുന്നു. F2 ഈ എനർജിയെ ക്യാൻസൽ ചെയ്യുന്നു, എനർജി 0 ആക്കുന്നു. അപ്പോൾ F1 കൊടുത്ത എനർജിയും F2 ഇല്ലാതാക്കിയ എനർജിയും ഈക്വലായിരിക്കണം. അതായത് F1 ചെയ്ത വർക്കും F2 ചെയ്ത വർക്കും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിപ്പോൾ എന്ന് ബി വരെ 3 മീറ്റർ F1 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് സ്പീഡപ്പ് ചെയ്ത് മാക്സിമം സ്പീഡ് ബിയിലെത്തുമ്പോൾ കിട്ടുന്നു. അപ്പോൾ ഇത്രയും ദൂരം F1 വർക്ക് ചെയ്യുക. ബി മുതൽ സി വരെ 6 മീറ്റർ ഇത് ഫ്രീ ആയിട്ട് ഓടുക, നോ വർക്ക് ഈസ് ദയർ, കാരണം ഫോഴ്സ് ഇല്ല. സി മുതൽ ഡി വരെ 12 മീറ്റർ ആയത്, ദിസ് ഈസ് 12 മീറ്റർ. ഈ 12 മീറ്റർ ദൂരം F2 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് തടഞ്ഞു നിർത്തുക. ഇപ്പം ചുരുക്കത്തിൽ F1 ചെയ്ത വർക്കും F2 ചെയ്ത വർക്കും ഈക്വലായിരിക്കണം. എനർജി കൊടുക്കാൻ ചെയ്ത വർക്കും അത്രയും എനർജി 0 ആക്കാൻ ചെയ്ത റിട്ടാർഡിങ് ഫോഴ്സ് ചെയ്ത വർക്കും ഈക്വലായേ പറ്റൂ. വർക്ക് ദറ്റ് ഈസ് F1 ഇൻറ്റു 3 ഇവിടുത്തെ വർക്ക് must be equal to F2 into 12. ഇത് 12, F2 into 12. Or F1 by F2 equals 12 by 3 or 4 by 1. That is, ratio F1 is to F2 is 4 is to 1. That is the answer. So choice is A. Choice is A. 93. A monkey of mass 50 kilogram climbs a 6 meter long vertical rope with constant speed in 10 seconds. Power expended by the monkey is A. 30 watts, B. 0 watts, C. 300 watts, D. 150 watts. ഇവിടെ സ്പീഡ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായി കയറിക്കൂടെ മങ്കി കയറുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാടി കയറി വർക്ക് 0 ഒന്നും എടുക്കരുത്. അതിൻ്റെ വെയ്റ്റിനെ അത് താങ്ങിക്കൊണ്ടായി കയറുന്നത്. അപ്പോൾ വെയ്റ്റിനെതിരെ അത് വർക്ക് ചെയ്തേ പറ്റൂ. നെറ്റ് ഫോഴ്സ് 0 ഓക്കെ, കാരണം വെലോസിറ്റി കോൺസ്റ്റൻ്റ്. പക്ഷേ മങ്കി അതിൻ്റെ വെയ്റ്റ് താങ്ങാൻ വേണ്ടി, വെയിറ്റ് ഉയർത്താൻ വേണ്ടി വർക്ക് ചെയ്യണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg, അതാണ് അവിടുത്തെ ഫോഴ്സ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കയറിൻ്റെ ലെങ്താണ്. അപ്പോൾ വർക്ക് mg ഇൻറ്റു h അല്ലെ mg ഇൻറ്റു l. എങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, mgh ബൈ t. That's all. അപ്പോൾ പവർ ഈസ് വർക്ക് ബൈ ടൈം അല്ലെ mgh ബൈ t. m is 50 kilogram into g 10 into h 6 meter long റോപ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6 by 10 that is 300 watts. The choice is C, 300 watts. 94. A net force of 5 Newton acts on a 15 kilogram, 15 kilogram body initially at rest. Work done by the force in the 3rd second is A. 25 by 6
joule, B 6/25 joule, C 25 joule, D 6 joule. ഈ തേർഡ് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സെക്കൻഡിൽ 1, 2, 3 2നും 3നും ഇടയ്ക്കുള്ള ഒരു സെക്കൻഡ് സെക്കൻഡിനിടയ്ക്ക് ചെയ്ത വർക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് സെക്കൻഡ് എന്നാമത്തെ സെക്കൻഡിൽ എന്ത് സെക്കൻഡിലൊരു വസ്തു ഓടിയ ദൂരം കാണാനൊരു ഫോർമുലയുണ്ട്. നിങ്ങൾ പഠിച്ച SN = U + A × n-12. A is the acceleration, initial velocity U. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ U = 0. തേർഡ് സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n = 3. A കാണാം. ഫോഴ്സും മാസും തന്നിട്ടുണ്ട്. ഫോഴ്സ് 5 ന്യൂട്ടൺ, മാസ് 15 കിലോഗ്രാം. അപ്പോൾ ആക്സിലറേഷൻ A = F/m, that is 5/15 or 1/3. ഇപ്പോൾ S3 കാണാം. തേർഡ് സെക്കൻഡിൽ ഓടിയ ദൂരം S3 = 0 + A 1/3 × 3 - ½ that is 5/6. 3 - ½ is 2.5. 2.5 is 5/2. 5/2 × 1/3 is 5/6. Our work is W = Fs. F is 5 Newton into S is 5/6. So answer is 25/6 joule. The answer is A, choice A. Question number 95. A 1 kilogram mass covers in successive seconds distances 2 meter, 4 meter, 6 meter, etc. What is the force acting on the mass? A 0 Newton, B 2 Newton, C 4 Newton, D 1 Newton. ഇവിടെ അടുത്തടുത്തുള്ള ഓരോ സെക്കൻഡിൽ ഓടിയ ദൂരം 2 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡിൽ 4 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡിൽ 6 മീറ്റർ, ഇങ്ങനെയാണ് പോകുന്നത്. എങ്കിൽ ഒരു സെക്കൻഡിൽ ഓരോ സെക്കൻഡിൽ ഓടിയ ദൂരം 2 മീറ്റർ, 2 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡിൽ 4 മീറ്റർ. അപ്പോൾ ഓരോ സെക്കൻഡിലും ഇത് 2 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡിൽ 4 മീറ്റർ. ഒരു സെക്കൻഡിൽ ഓടിയ ദൂരം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ചുരുക്കത്തിൽ ആദ്യം വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഒരു സെക്കൻഡിൽ ഓടിയ ദൂരമാണല്ലോ വെലോസിറ്റി. ആദ്യം ഒരു സെക്കൻഡിൽ 2 മീറ്റർ ഓടിയ. അപ്പോൾ ആദ്യം വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഒരു സെക്കൻഡിൽ ഓടിയ ദൂരം 4 മീറ്ററാണ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഒരു സെക്കൻഡിൽ ഓടിയ ദൂരം 6 മീറ്ററാണ്. അപ്പോൾ അടുത്ത ആ സെക്കൻഡിലെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്. ചുരുക്കത്തിൽ വെലോസിറ്റി ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഏത് റേറ്റിലാണ്? ഓരോ സെക്കൻഡിൽ 2, 4, 6 ഇങ്ങനെ വെലോസിറ്റി. ചുരുക്കത്തിൽ ഈ തന്നിരിക്കുന്നതെല്ലാം വെലോസിറ്റികളാണ്. അപ്പോൾ വെലോസിറ്റി ഓരോ സെക്കൻഡിലും കൂടുന്നത് 2 ൽ നിന്ന് 4 ആയി, 4 ൽ നിന്ന് 6 ആയി, 6 ൽ നിന്ന് 8 ആകുന്നു. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം പോലെ ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡാണ്. 2 ൽ നിന്ന് 4 ആയി, 4 ൽ നിന്ന് 6 ആയി. അപ്പോൾ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഇൻ 1
in every second is 2 meter per second. അതല്ലേ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും കൂടുന്ന വെലോസിറ്റിയാണ്. അതിവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ഓർ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എ 2 ആണ്. മാസ് 1 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എഫ് ഈക്വൽസ് എം എ 1 into 2 Newton. That is the answer. So choice is B. ഇനി നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ ബാക്കി കാര്യങ്ങൾ കാണാം. താങ്ക് യു.